ഷെയ്ഖ് റിഫാഇ മുത്തുനബിയെ അനുധാവനം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. ഷെയ്ഖ് മക്കിയുൽ വാസിത്തി പറയുന്നു, ഒരു രാത്രി ഷെയ്ഖ് റിഫാഇയുടെ കൂടെ താമസിച്ചു. ആ ഒരൊറ്റ രാത്രിയിൽ മാത്രം പുണ്യനബിയുടെ സ്വഭാവങ്ങളിൽ നിന്ന് 40ഓളം സുന്നത്തുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഖിലാദത്തുൽ ജവാഹിർ, കുടുംബബന്ധം പുലർത്തുക, രഹസ്യം സൂക്ഷിക്കുക, കരാർ പാലിക്കുക, സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എതിർ നിൽക്കുന്നവർക്ക് ഗുണം ചെയ്യുക, ആക്രമിച്ചവർക്ക് മാപ്പ് നൽകുക, വിശന്നവർക്ക് ഭക്ഷണം നൽകുക, അഗതികൾക്ക് വസ്ത്രം നൽകുക, രോഗികളെ സന്ദർശിക്കുക, മയ്യത്ത് പരിപാലിക്കുക, സാധുക്കളെ സ്നേഹിക്കുക, അവരോട് സഹവസിക്കുക, സ്നേഹപൂർവം പെരുമാറുകയും ചെയ്യുക, ഭൗതികതയിൽ വിരക്തി പ്രകടിപ്പിക്കുക, എല്ലാ ജീവികളോടും കാരുണ്യത്തോടെ പെരുമാറുക, പള്ളി പോലുള്ള വിശുദ്ധ സ്ഥലങ്ങൾ വൃത്തിയാക്കുക, ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുക. ഇതെല്ലാം ആ മഹത് ജീവിതത്തിലെ ചില സ്വഭാവങ്ങളാണ്. മറ്റുള്ളവരോട് ആദരപൂർവം യാ സയ്യിദി എന്ന് വിളിക്കുക അവരുടെ പ്രകൃതമായിരുന്നു. ഖിലാദത്ത് നടത്തത്തിന്റെ പ്രത്യേകത ഇടതും വലതും തിരിഞ്ഞു നോക്കാതെ മുൻഭാഗത്തേക്ക് നോക്കി തല താഴ്ത്തിയാണ് നടന്നിരുന്നത്. ഗാംഭീര്യമുണ്ടെങ്കിലും വിനയാന്വിതനായിരുന്നു. അള്ളാഹുവിങ്കൽ പ്രതിഫലം നൽകപ്പെടാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരെ ആളുകൾക്കിടയിൽ വെച്ച് നേർക്കുനേരെ പറയാതെ ചർച്ചകളിലൂടെയാണ് അവരെ തെര്യപ്പെടുത്തുക. ഒരിക്കലും അപമാനിക്കുകയില്ല. ഇതാണ് അവിടുത്തെ ശൈലി. ഒരു നിമിഷം പോലും അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ ചിലവഴിക്കരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു ഷെയ്ഖ് അവറുകൾക്ക്. യാത്രയിലും അല്ലാത്തപ്പോഴും സ്ഥിരമായി വുളു ഉണ്ടായിരിക്കും. ഏത് പള്ളിയിൽ പ്രവേശിച്ചാലും 2 റക്അത്ത് നിസ്കരിക്കും. നടക്കുന്ന വഴിയിൽ അഴുക്കുകൾ കണ്ടാൽ തന്റെ തൃക്കലം കൊണ്ട് വൃത്തിയാക്കും.